സൂര്യൻ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഊർജത്തിൻ്റെ സ്രോതസ്സും ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിനുള്ള പ്രധാന കാരണവും സൗരയൂഥത്തിൻ്റെ രാജാവായ പല സംസ്കാരങ്ങളിലെയും ദൈവസങ്കല്പമായ ഭൂമിയിൽ നിന്നും ഏകദേശം 15 കോടി കിലോമീറ്ററുകൾക്കകലെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ നക്ഷത്രമായ സൂര്യനാണ്. ഭൂമിയിലെയും ഭൂമിയിലെ ജീവൻ്റെയും മാത്രമല്ല, സൗരയൂഥം മുഴുവനും ഇതുപോലെ തന്നെ നിലനിൽക്കുന്നതിനുള്ള കാരണവും സൂര്യനാണ്. നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയിൽ മാത്രം സൂര്യനേക്കാൾ വിചിത്രവും ഭീകരവുമായ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ബ്ലാക്ക് ഹോളുകൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ പോലുള്ള അതിഭീകരമായ വസ്തുക്കളുമുണ്ട്. ഇവയിൽ ഏതെങ്കിലും ബഹിരാകാശ വസ്തുക്കൾ നമ്മുടെ സൂര്യൻ്റെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? സൂര്യൻ കഴിഞ്ഞാൽ നമ്മുടെ ആകാശത്ത് ഏറ്റവും തിളക്കത്തിൽ കാണപ്പെടുന്ന നക്ഷത്രം ഭൂമിയിൽ നിന്നും 8.6 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന മകരജ്യോതി എന്നറിയപ്പെടുന്ന സിറിയസ് നക്ഷത്രമാണ്. ഇത്ര പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രത്തെയാണ് നമ്മൾ രാത്രിയിൽ ആകാശത്ത് തിളക്കത്തോടെ കാണുന്നത്. ഒറ്റ നക്ഷത്രമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എങ്കിലും ഇത് 2 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. ഇതൊരു ബൈനറി സ്റ്റാർ സിസ്റ്റമാണ്. ഇവയിൽ സിറിയസ് എ എന്ന നക്ഷത്രമാണ് പ്രധാന നക്ഷത്രം. സൂര്യൻ്റെ ഇരട്ടി മാസുള്ള, സൂര്യനേക്കാളും ഒരുപാട് പ്രകാശം കൂടിയ നീലയും വെള്ളയും നിറത്തോട് കൂടിയ നക്ഷത്രമാണിത്. സൂര്യനേക്കാളും 70% കൂടുതൽ വലിപ്പമുള്ള ഈ നക്ഷത്രം സൂര്യൻ്റെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സൗരയൂഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഈ നക്ഷത്രം സൂര്യനേക്കാളും 25 മടങ്ങ് തീവ്രമായി പ്രകാശിക്കുന്ന നക്ഷത്രമാണ്. നീല നിറത്തോടു കൂടിയ ഈ തീവ്രമായ പ്രകാശം മൂലം നമുക്ക് ഒരു സമയത്തും നഗ്നനേത്രങ്ങൾ കൊണ്ട് നക്ഷത്രത്തെ നോക്കുവാൻ സാധിക്കുകയേയില്ല. നമ്മൾ സൺഗ്ലാസുകൾ നിരന്തരം ഉപയോഗിക്കേണ്ടി വരും. പ്രകാശ തീവ്രത മാത്രമല്ല, ഇതിലും ഭീകരമായ അവസ്ഥയിലൂടെ നമ്മളും ഭൂമിയും കടന്നു പോകേണ്ടി വരും. ഒരുപക്ഷെ ഭൂമിയിലെ ജീവൻ്റെ അവസാന കണിക പോലും ഇല്ലാതെയാകും. കാരണം പ്രകാശത്തെ പോലെ തന്നെ സിറിയസിൽ നിന്നും വരുന്ന ചൂട് ഒരുപാട് കൂടുതലാണ്. ഭൂമിയിൽ അനുഭവപ്പെടുന്ന ചൂട് അന്ന് എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഭൂമിയുടെ ഉപരിതലം 500 ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ താപനിലയിൽ വെന്തുരുകാൻ തുടങ്ങും. ഭൂമിയിലെ ജലവും ജീവനുമെല്ലാം അങ്ങനെ ഇല്ലാതെയായി പോകും. സിറിയസ് നക്ഷത്രം കഴിഞ്ഞാൽ നമ്മുടെ ആകാശത്ത് ഏറ്റവും തിളക്കത്തിൽ കാണപ്പെടുന്ന മറ്റൊരു നക്ഷത്രമാണ് ചോതി നക്ഷത്രം എന്ന ആർക്ടൂറസ് സ്റ്റാർ. ഭൂമിയിൽ നിന്നും ഏകദേശം 36.7 പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രം സൂര്യൻ്റെ 25 മടങ്ങ് വ്യാസമുള്ള ഒരു റെഡ് ജെയിൻ്റ് നക്ഷത്രമാണ്, അഥവാ ചുവന്ന ഭീമൻ നക്ഷത്രം. എന്നാൽ സൂര്യനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ മാസ് നമ്മുടെ സൂര്യനേക്കാളും ഒരല്പം മാത്രം കൂടുതലേ ഉള്ളൂ. ഈ ചുവന്ന ഭീമന് സൂര്യൻ്റെ 170 മടങ്ങ് പ്രകാശ തീവ്രതയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗരയൂഥത്തിൻ്റെ മധ്യഭാഗത്ത് സൂര്യന് പകരം ഈ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നീലാകാശം മാറി ചുവന്ന ആകാശമാകും. നമ്മുടെ ആകാശത്ത് ഈ ചുവന്ന നക്ഷത്രം നിറഞ്ഞു നിൽക്കും. ഈ ചുവന്ന സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എല്ലാം കാണാൻ അതീവ മനോഹരമായിരിക്കും. എന്നാൽ അതിതീവ്രമായ ചൂടും പ്രകാശവും കാരണം ഭൂമിയിലെ ജലം മുഴുവൻ ഇല്ലാതെയാകും. സസ്യങ്ങളെല്ലാം നശിക്കാൻ തുടങ്ങും. ഭൂമിയിലെ ജീവൻ മുഴുവൻ ഇല്ലാതെയായി പോകും. അങ്ങനെ ചൂട് കൂടിക്കൂടി ഭൂമിയുടെ ഉപരിതലത്തിലെ ശരാശരി താപനില 1000 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലെത്തും. ഇപ്പോൾ ഈ നക്ഷത്രം ഒരു ചുവന്ന ഭീമനാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതായത് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നക്ഷത്രം. ഇനി ഇത് റെഡ് സൂപ്പർ ജെയിൻ്റായി മാറും. ആ സമയമാകുമ്പോഴേക്കും വലിപ്പം വയ്ക്കുന്നതിനനുസരിച്ച് അത് ഭൂമിയെ വിഴുങ്ങിക്കളയും. സൂര്യൻ്റെ ഏറ്റവും സമീപത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യൻ്റെ അയൽക്കാരൻ എന്നറിയപ്പെടുന്നത് 3 നക്ഷത്രങ്ങൾ അടങ്ങുന്ന നക്ഷത്ര സമൂഹമാണ് ആൽഫ സെൻറ്റൗറി സ്റ്റാർ സിസ്റ്റം. ആൽഫ സെൻറ്റൗറി എ, ആൽഫ സെൻറ്റൗറി ബി, പ്രോക്സിമ സെൻറ്റൗറി. ഇവയിൽ ആൽഫ സെൻറ്റൗറി എയും ആൽഫ സെൻറ്റൗറി ബിയും ഏകദേശം സൂര്യനുമായി സാമ്യമുള്ള നക്ഷത്രങ്ങളാണ്. അതായത് അവയുടെ വലിപ്പവും മാസവും സൂര്യന് സമാനമാണ്. ആൽഫ സെൻറ്റൗറി എ സൂര്യനേക്കാളും 50% പ്രകാശ തീവ്രത കൂടിയ നക്ഷത്രമാണ്.
സൂര്യൻ്റെ സ്ഥാനത്ത് ആൽഫ സെൻറ്റോറി എ വന്നു കഴിഞ്ഞാലും സൗരയൂഥത്തിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ നമ്മുടെ ഭൂമിയുടെ ആകാശത്ത് ആൽഫ സെൻറ്റോറി എ എന്ന നക്ഷത്രം സൂര്യനേക്കാളും ഒരുപാട് വലിപ്പം കൂടുതലായി കാണപ്പെടും. പ്രകാശ തീവ്രത കൂടുതലായതുകൊണ്ട് ഭൂമിയുടെ ശരാശരി താപനില 8 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. എന്നാൽ ഈ ഒരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുകയേയില്ല. ആൽഫ സെൻറ്റോറി ബി എന്ന നക്ഷത്രം നമ്മുടെ സൂര്യൻ്റെ പകുതി പ്രകാശ തീവ്രതയേ ഉള്ളൂ. ഈ പ്രകാശം കുറവായ നക്ഷത്രം സൂര്യൻ്റെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ആകാശത്ത് വളരെ ചെറിയ നക്ഷത്രമായിരിക്കും. ഭൂമിയിൽ പ്രകാശം വളരെ കുറവായിരിക്കും അനുഭവപ്പെടുക. ഇതിൻ്റെ ഫലമായി ഉപരിതല താപനില പതിയെ പതിയെ കുറയാൻ തുടങ്ങും. അങ്ങനെ ഭൂമിയിൽ തണുപ്പ് കൂടി വരും. ഈ സാഹചര്യത്തെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. എന്നാൽ മൂന്നാമത്തെ നക്ഷത്രമായ പ്രോക്സിമ സെൻറ്റോറി സൂര്യൻ്റെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ വളരെയേറെ വലിപ്പം കുറഞ്ഞ സൂര്യൻ്റെ 500-ൽ 1 പ്രകാശം മാത്രമുള്ള ഈ റെഡ് ഡ്വാർഫ് നക്ഷത്രം നമ്മുടെ ആകാശത്ത് വളരെ വളരെ ചെറുതായിരിക്കും. മാത്രമല്ല ഈ ചെറിയ നക്ഷത്രത്തിൽ നിന്നും ഭൂമിക്ക് ആവശ്യമായ ചൂടോ ഊർജമോ ഒന്നും ലഭിക്കില്ല. ഭൂമി സാവധാനം തണുത്ത് മരവിച്ച് ഒരു മഞ്ഞുകട്ട പോലെയായി മാറും. ഭൂമിയിൽ സംഭവിക്കുന്ന ഈ മാറ്റങ്ങൾ മാത്രമല്ല, സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയെ ഇത് ബാധിക്കും. സൂര്യൻ്റെ പകുതി മാസം മാത്രമുള്ള പ്രോക്സിമ സെൻറ്റോറി മൂലം സൂര്യന് ചുറ്റിലും വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ സഞ്ചാരപാത മാറി അവ സൗരയൂഥത്തിന് പുറത്തേക്ക് പോകും. നമ്മുടെ ഭൂമിക്കും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഭൂമി സൗരയൂഥത്തിൻ്റെ പുറത്തേക്ക് തെറിച്ചു പോകും. ഭൂമിയിൽ നിന്നും ഏകദേശം 25,000 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന ധനു രാശിയിൽ ആകാശഗംഗയിലെ തന്നെ തീവ്രമായ മറ്റൊരു നക്ഷത്രമുണ്ട്, പിസ്റ്റൽ സ്റ്റാർ. നീല നിറമുള്ള അതിഭീമൻ നക്ഷത്രമാണിത്. അതായത് ബ്ലൂ ഹൈപ്പർ ജയന്റ് സ്റ്റാർ. ആകാശഗംഗയിലെ തന്നെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ് പിസ്റ്റൽ സ്റ്റാർ. സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശത്തിൻ്റെ 33 ലക്ഷം മടങ്ങ് തീവ്രമായ പ്രകാശമാണ് ഈ നക്ഷത്രം പുറപ്പെടുവിക്കുന്നത്. ഈ നക്ഷത്രം നമ്മുടെ സൂര്യൻ്റെ സ്ഥാനത്ത് വരുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം ഇതിൻ്റെ വ്യാസം ഏകദേശം 30 കോടി കിലോമീറ്ററുകളാണ്. അതായത് ചൊവ്വാഗ്രഹം സ്ഥിതി ചെയ്യുന്നതിന് അപ്പുറം വരെ ഈ നക്ഷത്രത്തിന് വലിപ്പമുണ്ടാകും. സൂര്യന് പകരം ഈ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ ഗ്രഹങ്ങളെ എല്ലാം വിഴുങ്ങി ആസ്ട്രോയിഡ് ബെൽറ്റിൻ്റെ അതിർത്തി വരെ ഇത് നശിപ്പിച്ച് കളയും. മിച്ചമുള്ള ഗ്രഹങ്ങളുടെ കാര്യം നോക്കിയാൽ അവയിലെല്ലാം അതിതീവ്രമായ പ്രകാശമായിരിക്കും. സൗരയൂഥത്തിൻ്റെ അതിർത്തിയിൽ പോലും തീവ്രമായ ഈ പ്രകാശം ദൃശ്യമാകും. പ്രകാശത്തെ പോലും കടത്തിവിടാത്ത പ്രപഞ്ചത്തിലെ അതിശക്തമായ ഗുരുത്വാകർഷണ ബലമുള്ള വിചിത്രവും തീവ്രവുമായ വസ്തുക്കളാണ് ബ്ലാക്ക് ഹോളുകൾ. ഈ ബ്ലാക്ക് ഹോൾ നമ്മുടെ സൂര്യൻ്റെ സ്ഥാനത്ത് വന്നാലോ, സൂര്യനേക്കാളും മാസ് കുറഞ്ഞതും സൂര്യൻ്റെ അത്രത്തോളം മാസുള്ളതും സൂര്യനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് മാസുള്ളതുമായ ധാരാളം ബ്ലാക്ക് ഹോളുകളുണ്ട്. ഇവയിൽ സൂര്യൻ്റെ അതേ മാസുള്ള ബ്ലാക്ക് ഹോളാണ് സൂര്യൻ്റെ സ്ഥാനത്ത് വരുന്നത് എങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും സൗരയൂഥത്തിന് യാതൊന്നും സംഭവിക്കുകയേയില്ല. പ്രകാശമുള്ള സൂര്യൻ മാറി പ്രകാശമില്ലാത്ത ബ്ലാക്ക് ഹോൾ വന്നു കഴിയുമ്പോൾ നമുക്കും ഈ പ്രകാശം കാണുവാൻ സാധിക്കില്ല എന്ന് മാത്രം. മറ്റ് യാതൊരു കുഴപ്പങ്ങളും ബ്ലാക്ക് ഹോളിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് സംഭവിക്കില്ല. എന്നാൽ സൂര്യന് പകരം വരുന്ന ബ്ലാക്ക് ഹോളിന് സൂര്യനേക്കാൾ അനേകം മടങ്ങ് മാസുണ്ടെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങളാണ് സൗരയൂഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ആ വലിയ ബ്ലാക്ക് ഹോൾ വന്നു കഴിയുമ്പോൾ ബ്ലാക്ക് ഹോൾ ഭൂമി അടക്കമുള്ള സൗരയൂഥത്തിലെ സകല വസ്തുക്കളെയും പൊടിച്ച് നശിപ്പിച്ച് ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അങ്ങനെ സൗരയൂഥം പരിപൂർണമായും നശിച്ചു പോകും. പ്രപഞ്ചത്തിലെ ഏറ്റവും മാരകമായ മറ്റൊരു വസ്തുവാണ് ന്യൂട്രോൺ സ്റ്റാർ. ന്യൂട്രോൺ സ്റ്റാറിന് വലിപ്പം വളരെയേറെ കുറവാണ്. ഒരു ന്യൂട്രോൺ സ്റ്റാറിന് ആകെ 10 മുതൽ 15 കിലോമീറ്റർ വരെ മാത്രമേ വലിപ്പമുണ്ടാകൂ. എന്നാൽ ഇതിൻ്റെ ഭാരം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. സൂര്യൻ്റെ സ്ഥാനത്ത് ഒരു ന്യൂട്രോൺ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഭൂമിയിൽ നിന്നുകൊണ്ട് കാണാൻ പോലും സാധിക്കില്ല. ബ്ലാക്ക് ഹോളുകളെ പോലെ തന്നെ സൂര്യൻ്റെ മാസിന് സമാനമായ ന്യൂട്രോൺ സ്റ്റാറാണ് വരുന്നത് എങ്കിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയിൽ പോലും ഒന്നും സംഭവിക്കില്ല. എന്നാൽ ന്യൂട്രോൺ സ്റ്റാറിൽ നിന്നും വരുന്ന അതിശക്തിയേറിയ റേഡിയേഷൻ മൂലം ഭൂമിയുടെ അന്തരീക്ഷം പരിപൂർണമായും നശിച്ചു പോകും.
ഭൂമിയിലെ ജീവൻ മുഴുവൻ ഇല്ലാതെയാകും. സൂര്യനേക്കാളും ഒരുപാട് മാസ് കൂടിയ ന്യൂട്രോൺ സ്റ്റാർ ആണെങ്കിൽ ഒരുപക്ഷെ അത് സൗരയൂഥത്തെ മുഴുവൻ ഇല്ലാതെയാക്കിയേക്കാം. അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡുള്ള ന്യൂട്രോൺ സ്റ്റാറുകളാണ് മാഗ്നറ്റാറുകൾ. ഈ മാഗ്നറ്റാറുകളുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡുമായി നമുക്ക് താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കില്ല. സൂര്യൻ്റെ സ്ഥാനത്ത് ഇതുപോലൊരു മാഗ്നറ്റാറാണ് വരുന്നത് എങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മാഗ്നറ്റാറിൽ നിന്നും പുറത്തു വരുന്ന വലിയ തോതിലുള്ള ഊർജ്ജപ്രവാഹം മൂലം നമ്മുടെ ഭൂമി നശിച്ചു പോകും. പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പം കൂടിയ നക്ഷത്രങ്ങളിൽ ഒന്നാണ് സ്റ്റീഫൻസൺ 2-18. ഈ നക്ഷത്രം നമ്മുടെ സൂര്യൻ്റെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. സൗരയൂഥത്തിൻ്റെ ഭൂരിഭാഗവും ഈ ചുവന്ന ഭീമൻ നക്ഷത്രത്തിൻ്റെ ഉള്ളിലായി പോകും. കാരണം ഈ നക്ഷത്രത്തിൻ്റെ വ്യാസം 300 കോടി കിലോമീറ്ററുകളോളമാണ്. മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ എന്നീ 6 ഗ്രഹങ്ങളെയും വിഴുങ്ങും. മിച്ചമുള്ള 3 ഗ്രഹങ്ങളും മറ്റു ബഹിരാകാശ വസ്തുക്കളുമെല്ലാം നക്ഷത്രത്തിൻ്റെ ഭീകരമായ ഗുരുത്വാകർഷണ ബലത്തിൽ അകപ്പെട്ട് നക്ഷത്രത്തിൻ്റെ ഉള്ളിലേക്ക് വീണ് നശിച്ചു പോകും. അതായത് സ്റ്റീഫൻസൺ 2-18 എന്ന നക്ഷത്രം സൂര്യന് പകരം സൗരയൂഥത്തിൽ വന്നു കഴിഞ്ഞാൽ സൗരയൂഥത്തെ പരിപൂർണമായും ഇല്ലാതെയാക്കും. ഇങ്ങനെയെല്ലാം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സൂര്യൻ എത്ര പാവമാണല്ലേ. നമുക്ക് സൂര്യനെ മാത്രം മതി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണാം.